ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റൈഡർ മാനിയാക് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വാൾപ്പാറ വഴി കവർ ചെയ്ത് ഇപ്പം കോത്തഗിരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ കോടനാട് വ്യൂ പോയിന്റ്, അവിടെ നിന്ന് മാഞ്ചൂര്, അവിടെ നിന്ന് നേരെ കിന്നക്കുറ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം രാവിലെ ഞങ്ങൾ എല്ലാവരും റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ രാവിലെ പോയി അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഈ ഹോട്ടൽ, ഈ പുറകെ കാണുന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുഡൊന്നും ആയിട്ടില്ല. ഇപ്പം തൊട്ടടുത്ത് തന്നെ കോത്തഗിരി മാർക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി വണ്ടി കൊണ്ട് വെച്ചിട്ട് മഴയൊക്കെ പെയ്ത് മൊത്തം നനഞ്ഞ് ഇഞ്ചിനൊക്കെ ഐസ് കെട്ടാണെങ്കിൽ ഇരിക്കുക. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടോ, അതെ വായിന്നൊക്കെ പുക വരുന്നുണ്ട്. ഇത് മൊത്തം ഫുൾ കോടയാണേ. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി, സാമ്പാർ, വട. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡ്, പറയാതിരിക്കാൻ വയ്യ. അഫ്സൽ അവിടെ ഫുഡ് എടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹോട്ടലാണ്. അതുപോലെ തന്നെ ഒരു സെറ്റ് പൂരിയും വാങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി കഴിഞ്ഞിട്ട് ഒരു പൂരിയും കൂടെ കഴിച്ചേക്കാം. വയറും നിറച്ച് മനസ്സും നിറഞ്ഞിരുന്നു. അപ്പോൾ രാവിലത്തെ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഞാൻ റെഡിയല്ലേ? സെറ്റല്ലേ? പേര് പോലെ തന്നെയാണ് കോടനാട്. കോടയുടെ നാടാന്ന് തോന്നുന്നത്. പക്ഷേ ഇത് കോത്തഗിരിയാണ്. ഇവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കുള്ള വ്യൂ ആണ്. നല്ല ഉഗ്രം വനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 12 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തോന്നുന്നത് കാലാവസ്ഥ. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ പോകാം. ഇപ്പോൾ നമ്മൾ കോത്തഗിരി കോടനാട് റൂട്ടാണ്. ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് കോടനാട് വ്യൂ പോയിന്റ്. 17 കിലോമീറ്റർ. ഈ കാണുന്ന ബസ് കോടനാട് വ്യൂ പോയിന്റിലേക്കുള്ള കേട്ടോ. ഇങ്ങോട്ട് ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല നീറ്റ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തമിഴ്നാട്ടിലെ റോഡുകൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല വെടിക്കെട്ട് റോഡുകളാണ്. അങ്ങോട്ട് പോകുന്തോറും കാഴ്ചകൾ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലം തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കറിയിക്കാൻ പറ്റത്തില്ല. കയ്യൊക്കെ കോച്ചിട്ടിരിക്കുന്നവർക്ക് തണുപ്പാണ്. വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. നമ്മുടെ ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് പക്ഷെ നമുക്ക് തൊട്ടടുത്ത് നിന്നാൽ ഒരു 10 മീറ്റർ അപ്പുറമുള്ള ആടപ്പോലും കാണാൻ പറ്റാത്ത അത്രയും പോലെയാണ്. കോടനാട് വരുന്ന ഒരു തേയിലത്തോട്ടമാണ്. ഇപ്പം കോട അടിച്ചിട്ട് എൻ്റെ ക്യാമറയിൽ ഫോഗ് കയറിയിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു വിസിബിലിറ്റി കുറവുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വരുന്നവരെ മാക്സിമം നല്ല ടയറും കാര്യങ്ങളൊക്കെ ആയിരിക്കണം കേട്ടോ. റോഡൊക്കെ മഴ പെയ്ത് തെന്നിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പണിയാണ്. അപ്പോൾ നമ്മുടെ ഹിമാലയൻ്റെ ടയർ കുറച്ച് സീനുണ്ട്. മുട്ടയാണ്. ആ എഡ്ജിൽ കാണുന്ന ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഇവിടെ ചുറ്റും യൂക്കാലിപ്സ് മരമാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ യൂക്കാലിപ്സ് മരമാണ്. അപ്പം ഇതിലേ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് യൂക്കാലിപ്സിൻ്റെ ഒരു സ്മെല്ലടിക്കും. അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത്. പോകുന്ന വഴിക്ക് നമ്മുടെ തൊട്ട് താഴെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. പലതരത്തിലുള്ള പച്ചക്കറി കൃഷികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ട് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ കാണാൻ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ചുറ്റും യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ദൂരെ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് യൂക്കാലിപ്സ് ആണ്. ഈ സൈഡ് ഫുള്ള് വളരെ മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. ആരോ നട്ട് പിടിപ്പിച്ചതുപോലെയാണ് നിൽക്കുന്നത്.
പക്ഷേ അത് കൃഷിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സൈഡിലൊക്കെ യൂക്കാലിപ്സ് മരങ്ങളാണ്. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും കോടനാട് ലക്ഷ്യമാക്കി. ആ താഴെക്കൂടി ആ ബസ് വരുന്നൊരു വ്യൂ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ മേലൊരു അടിപൊളി കോടയും താഴത്തുള്ള ആ ഗ്രാമങ്ങളൊക്കെ വീണ്ടും യൂക്കാലിപ്സ് മരങ്ങളുടെയും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെയും ഇടയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ ഭയം പോലുണ്ട്. ഒരു കടുവയോ പുലിയോ വല്ല മുന്നിൽ വന്ന് ചാടുമെന്നൊരു പേടിയുണ്ട്. ഇവിടെ എല്ലാ മൃഗങ്ങളും അധിവസിക്കുന്ന കാടാണ്. അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയ പേടി മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഗായ്സ്, നമ്മുടെ അങ്ങനെ യാത്രയുടെ ഇടയ്ക്ക് കേടാരി മറ്റോന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഒരു വീടുകളിലേക്ക് ആ ഒരു സെറ്റപ്പ് കണ്ടോ. ഇവിടുത്തെ വില്ലേജാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇങ്ങനെ നിരനിരയായി നല്ല കളർഫുള്ളായിട്ടുള്ള വീടുകൾ, അടിപൊളിയല്ലേ. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കും തോറും കോടനാട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നോക്കിക്കേ, ഇവിടെ നിർത്തിയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാതെ ഞാൻ പോകും. വളഞ്ഞ് പൊളഞ്ഞ് അതിന് ഇടക്കൂടി തേയിലത്തോട്ടത്തിൻ്റെ ഇടക്കൂടെ കിടക്കുന്ന റോഡുകളുണ്ടോ, ഇങ്ങനെ മേലേക്ക് കിടക്കാണ്. എന്ത് ഭംഗി. എൻ്റെ കൂട്ടത്തിൽ കോടയും മൂക്കൊക്കെ അടഞ്ഞ്. അഞ്ചേ, എങ്ങനെയുണ്ട് മക്കളെ സ്ഥലം? നിങ്ങളൊന്ന് നോക്കിക്കുക, ഈ ക്യാമറയിൽ ഇതിനകത്ത് എത്രത്തോളം നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമുക്കിവിടെ നിന്ന് ഫീൽ ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീൽ, ഇവിടെ വന്ന് നിന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ രണ്ട് സൈഡും കാണുന്നത് കോടനാട് ടീ എസ്റ്റേറ്റ് ആണ്. നീലഗിരി ജില്ലയിലാണ് ഈ കോടനാട് എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 47 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീരപ്പൻ്റെ സ്വന്തം കാടായ സത്യമംഗലം കാടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല സത്യമംഗലം ഫോറസ്റ്റിലേക്ക്. അപ്പം ഞങ്ങളങ്ങനെ കോടനാട് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കുറേ കാണുന്നതാണ് കോടനാട് വ്യൂ പോയിന്റ്. ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടെയാണ് നമ്മൾ എൻ്റെ എൻട്രി എടുക്കാനായിട്ട്. ഒരാൾക്ക് എന്തോ 20 രൂപ ആണെന്ന് എന്തായാലും അങ്ങോട്ട് പോകാനുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകാം. എത്രയാണ്? 120. 120 രൂപ നമ്മളിതാണ്. 120. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി കോട. പേര് പോലെ തന്നെ കോടനാട്. കോടനാടെന്ന് പറഞ്ഞാൽ കോടകളുടെ നാടെന്ന് വേണേൽ പറയാം. അതുപോലത്തെ മഞ്ഞും നല്ല തണുപ്പുണ്ട് കേട്ടോ. മഞ്ഞ് ഇങ്ങനെ വീശുന്ന മാത്രമല്ല, നല്ല തണുപ്പുണ്ട്. ആ കാണുന്ന ടവറാണ്. ഇവിടെ നല്ല വ്യൂ കാണാൻ പറ്റുന്നതാണ് ആ ടവറിൽ നിന്നാൽ. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ കോടനാട് വ്യൂ പോയിന്റിലേക്ക് കയറി പോകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടവറുണ്ട്, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. എൻ്റെ ആളിയ അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടമുണ്ട്.
അങ്ങ് ദൂരെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാട്ടോ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആലോചിച്ച് പോകണം. പക്ഷേ എന്താ പോകാൻ വഴി ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒത്തിരി ദൂരമുണ്ട്, നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇവിടുത്തെ വ്യൂ കണ്ട, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ വരും. നമുക്ക് ഒരു മീശപ്പുലിമലയുടെയൊക്കെ ആ ഒരു ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ ഒരു വ്യൂ, അങ്ങനെ തിരമാലകൾ പോലെ ഇങ്ങനെ കോട ഇങ്ങനെ വരത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ വരുന്നത്. സത്യത്തിൽ ഇതല്ല, നമ്മൾ ടിക്കറ്റ് എടുത്ത വ്യൂ പോയിന്റ് ഇതല്ല, കുറച്ചുകൂടി താഴത്തോട്ട് പോകണം. നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ട അങ്ങോട്ടാണ് കേട്ടോ, ഈ വഴി ഇറങ്ങി പോകണം. അന്യായ തണുപ്പ് കേട്ടോ, മൂക്കൊക്കെ അടഞ്ഞ്. എൻ്റെ പൊന്നോ, നമ്മളെന്തിനാണ് ടിക്കറ്റ് എടുത്ത? ബാക്കി എല്ലാവരും ടിക്കറ്റൊക്കെ എടുക്കാതെ അവിടെ ഇവിടെ കിടക്കുന്നത്. ഇവിടെയൊന്നും ടിക്കറ്റ് മേടിക്കാനും ആരുമില്ല. അതല്ല, ഇവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടാണ് നിന്നതെന്ന് പോലും സംശയം. കാരണം ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കാനും പിടിക്കാനൊന്നും ആരെയും കാണുന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോടനാട് വ്യൂ പോയിന്റ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കോടയൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ കോട ഉള്ളപ്പോഴുള്ളൊരു ഫീലും രണ്ടും രണ്ട് ഫീലാണ്. ഇവിടുത്തെ വിസിബിലിറ്റി കൂടുതലെന്ന് പറയുമ്പോൾ കോടയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. ആ ഒരു വ്യൂവും ഇപ്പോഴത്തെ വ്യൂവും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും സംഗതി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വൈബൊക്കെയാണ്. ഇതൊക്കെ ഭയങ്കര തണുപ്പാട്ടോ, അന്നേ തണുപ്പ്. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇതൊക്കെയാണ് കോടനാടത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് അടുത്ത് പോകുന്നത് കിന്നക്കുരയിലേക്കാണ്. അപ്പോൾ അത് പാട്ടായിട്ടായിരിക്കും വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.